Allah Subhanahu wa Ta'ala Assalatu wassalamu alayka ya sayyidi ya Rasulullah Qul bi yadi allati qulati hadithini ya sayyidi ya Rasul ഇന്നത്തെ സദസ്സിൽ എനിക്ക് വേദിയില്ലായെങ്കിലും തിങ്ങി നിറഞ്ഞ സദസ്സാണ് എന്നൊരു കരഞ്ഞൂസ് ലഭിച്ചപ്പോൾ നിങ്ങളെ കണ്ട് കണ്ണ് പുലർത്തുന്നതിന് വേണ്ടി മാത്രമാണ് സത്യത്തിൽ ഞാൻ ഇപ്പോൾ ഓടിക്കുറിച്ചു പറഞ്ഞു. വിഷയാവതരണത്തിന് മുമ്പായി പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള മറ്റ് പരിപാടികൾ നടക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് കണ്ണ് കുളിർത്ത് ഒന്ന് മനസ്സമാധാനത്തെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് സത്യത്തിലൂടെ കടന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും, ഈ ഒരു സ്ഥാപനം ജീവിതത്തിൽ ആസ്വദിച്ചവരാണ് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിന് ഞാൻ ഒന്നും ത്യാഗം ചെയ്യാത്തവരാണ്. ഒരു ത്യാഗവും ചെയ്യാത്ത എന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ ഒരു ഇക്കാലിക്കൽ പ്രസിഡന്റായി നിങ്ങളെ നിയമിച്ചിട്ടുള്ളത്. നിങ്ങളുടെ നിയമനത്തെ ഒരു നാട്ടിൽ നിന്നുകൊണ്ട് അത് തള്ളിക്കളയാൻ ശരിയല്ല എന്നുള്ളതിൽ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് ആ പദവി ഞാൻ ഔപചാരികമായി അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ത്യാഗം അനുഭവിച്ചതിനെല്ലാം ഈ സാധുവായ ത്യാഗം അനുഭവിച്ചവരും അത് ആസ്വദിച്ചവരുമാണ് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹാമിദ് പോലെയുള്ള അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെയും സാദാത്തീങ്ങളുടെയും നേതൃത്വത്തിൽ, നാട്ടിലെ ഉമറാക്കളുടെയും ആലിമീങ്ങളുടെയും നേതൃത്വത്തിൽ, രാജ്യത്തുടനീളമുള്ള പണ്ഡിതന്മാരുടെയും ഷേഖ് ആദം ഹസ്രത്തിനെ പോലെ ചോദ്യം ചെയ്യപ്പെടാത്ത മുസ്ലിം ലോകത്തിന്റെ മുൻപിലൂടെ മന്നന്മാരായ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും അനുഗ്രഹാശിസുകളിലും വേണ്ടി വേണ്ടി സ്ഥാപനം വിടപ്പെടുകയുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യാൻ മറ്റ് സാമ്പത്തിക മേഖലകൾ ഇല്ലാത്തതിന്റെ പേരിലാണോ മറ്റു വല്ല പേരിലാണോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം വിടപ്പെടുകയുള്ളത്? ഇനി ഈ സ്ഥാപനം ഇവിടെ നിൽക്കണോ നിൽക്കണ്ടയോ? ഈ സ്ഥാപനം ഇവിടുന്ന് പൊളിച്ചു കളയണോ വേണ്ടയോ? എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിങ്ങളെ മുഅ്മിനാത്തുകളെ നമ്മൾ ചിന്തിക്കണം. മുസ്ലിമായ നമുക്ക് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് വാർത്തയാത്തിലേക്കും മർക്കസിലേക്കും ഫൈസാബാദിലേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഈജിപ്തിലേക്കും കുവൈറ്റിലേക്കും അസറിലേക്ക് പോവാം. പക്ഷേ ജനിച്ചു വീണ മനുഷ്യന്റെ മൗലികാവകാശമാകുന്ന ബാലപാഠം അത് അവനവന്റെ നാട്ടിൽ വെച്ച് അവനവന്റെ ഉമ്മാന്റെ മടിത്തത്തിൽ തന്നെ നൽകണം. വികസിച്ചു വന്നു ബഹുമാനപ്പെട്ട നൂറുകളുമായ പുറത്തു കൊടുക്കുമാറാവട്ടെ, ദർജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള ആലിമീങ്ങളുടെ അശ്രാന്ത പരിശ്രമമായി ആധുനികവൽക്കരിക്കപ്പെട്ട മദ്രസയുടെ ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്. ഇതിനു വേണ്ടിയിട്ടാണ് മദ്രസ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ജീവിച്ചു മരിക്കുക, ഒരു ഭൗതികമായ സേഫ്റ്റിയോടുകൂടി സാമ്പത്തികമായ ഭദ്രതയോടുകൂടി ജീവിച്ചു മരിക്കുക, ഇത് മുസ്ലിമിന്റെ ലക്ഷ്യമല്ല. ആ ഒരു ലക്ഷ്യം മാത്രമാണെങ്കിൽ അവന് മുസ്ലിമായി മരിക്കാനും മുസ്ലിമായി ജീവിക്കാനും സാധ്യമല്ല. ഒരു പ്രത്യേകമായ ചിട്ടയിൽ കൂടി, ഒരു പ്രത്യേകമായ വിശ്വാസാചാരത്തിൽ കൂടി താത്വികമായി പഠിക്കലല്ല, പ്രാക്ടിക്കലായിട്ട് അവന്റെ ജീവിതം നാം തിട്ടപ്പെടുത്തിക്കൊണ്ടാൽ മാത്രമേ നമുക്ക് ഈ മനുഷ്യന്മാരോട് നമ്മുടെ മക്കളോടുള്ള കടപ്പാട് തീരുകയുള്ളൂ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, നല്ല നിലയിൽ വളരെ ശുദ്ധനായ നിലയിൽ അല്ലാഹു തആല നമ്മുടെ മക്കളൊപ്പം ഈ മക്കളെ ഇനി ജൂതനും ക്രിസ്ത്യാനിയും സുന്നിയും അസുന്നിയും മുസ്ലിമും എല്ലാം ആക്കുന്നത് തന്റെ മാതാപിതാക്കളാണ്. ഈ മാതാപിതാക്കളുടെ ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടി കാലാന്തരത്തിൽ രൂപപ്പെട്ട മദ്രസ പ്രസ്ഥാനം നമ്മുടെ മക്കൾക്ക് ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്ത സംഭവം ഉണ്ടാവില്ല, അത്തഹിയാത്ത് പഠിപ്പിച്ചു കൊടുത്ത സംഭവം ഉണ്ടാവില്ല. ഒരുപക്ഷെ വീട്ടുകാർ നിസ്കരിക്കുന്നവരാണെങ്കിൽ നിസ്കാരത്തിന്റെ രൂപഭാവങ്ങൾ വീട്ടിൽ വെച്ച് മക്കൾ പഠിച്ചിട്ടുണ്ടാവും. ഫാത്തിഹ പഠിക്കുന്നത് തങ്ങളെ വീട്ടിൽ നിന്നാണെങ്കിലും മുലാറ വീട്ടിൽ നിന്നാണെങ്കിലും കുട്ടികൾ ഫാത്തിഹ പഠിക്കുന്നത്, അത്തഹിയാത്ത് പഠിക്കുന്നത്, നിസ്കാരത്തിന്റെയും മറ്റ് ഇസ്ലാമികമായ വിശ്വാസപരമായ കാര്യങ്ങളും പഠിക്കുന്നത് മദ്രസയിൽ വെച്ചാണ്. അവന്റെ ബാലപാഠം പഠിക്കുന്നത് മദ്രസയിൽ വെച്ചാണ്. ഈ ബാലപാഠം ഏത് രൂപത്തിലാണോ അവനിക്ക് വളർന്ന് വികസിച്ചിട്ടുള്ളത് അതനുസരിച്ചിട്ടായിരിക്കും അവന്റെ തുടർന്നുള്ള വളർച്ച. അതുകൊണ്ടാണ് മുത്തനബി പറഞ്ഞത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര,
വളരെ സംശുദ്ധമായ രൂപത്തിലാണ് അല്ലാഹു തആല നിങ്ങൾക്ക് മക്കളെ തന്നിട്ടുള്ളത്. ഈ മക്കളെ നല്ലവരും മോശപ്പെട്ടവരുമാക്കുന്നത് മാതാപിതാക്കളായ നമ്മളാണ്. മാതാപിതാക്കളായ നമ്മൾ കുട്ടിക്ക് 7 വയസ്സായാൽ മാത്രമേ നമുക്ക് ഇസ്ലാമിക ബാലപാഠം പഠിപ്പിക്കുന്ന നിർബന്ധമുള്ളൂ. 7 വയസ്സാകുന്നത് വരെ നമ്മൾ നിസ്കരിക്കാനും പഠിപ്പിക്കേണ്ട, നോമ്പ് കൊടുക്കാനൊന്നും നമുക്ക് നിർബന്ധമുള്ള കാര്യമില്ല. 7 വയസ്സായി കഴിഞ്ഞാൽ കുട്ടിക്ക് തമ്മീനെത്തി വകതിരി വെത്തിന്ന് പറയും. ഈ വകതിരി വെത്തിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് നമ്മൾ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ശഫീന റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചിട്ടാണ്, തങ്ങളുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ചിട്ടാണ്, തങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിട്ടാണ്, പിന്നീട് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടാണ്, നിസ്കാരം നോമ്പ് പോലത്തെ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണ്. ഇത് പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും അള്ളാന്റെ റസൂല് എങ്ങനെയാണോ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അതുപോലെ പഠിപ്പിച്ചു കൊടുക്കുവാൻ മാത്രമേ അതുപോലെ വളരുകയുള്ളൂ. നമ്മളിപ്പോ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ നോമ്പ് നോക്കുന്നുണ്ട്, നിസ്കാരത്തിനെ പറ്റി ഒരു ഹദീസ് പറയാൻ പറഞ്ഞാൽ 60ഉം 70ഉം വയസ്സുള്ള നമുക്കൊരു ഹദീസ് ഓതാൻ കഴിയില്ല. ഇനിയിപ്പോ ഒരുപാട് കാലം റുക്കൂല് ചെയ്യുന്നവർ റുക്കൂവിന്റെ ഒരു ഹദീസ് ഓതിയായിട്ട് റുക്കൂവിന്റെ ഹദീസ് ഓതാൻ കഴിയൂല. അല്ലെങ്കിൽ നിസ്കരിക്കാൻ പഠിച്ചൊരു ആയത്ത് ഓതിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആയത്ത് ഓതാൻ കഴിയൂല. പക്ഷേ കൃത്യമായി നമുക്ക് നിസ്കരിച്ചു കൊടുക്കാൻ കഴിയും. നോമ്പിനൊരു ആയത്ത് ഓതിയെന്ന് പറഞ്ഞാൽ ആയത്തോ ഹദീസ് ഓതാൻ പറഞ്ഞാൽ നമുക്ക് കഴിയൂല. പക്ഷെ നല്ല നിലയിൽ നമുക്ക് നോമ്പ് നോക്കാൻ കഴിയും. എവിടുന്ന് പഠിച്ചു ഈ പഠനം? അത് തന്നെയാണ് പഠനം. നമുക്ക് താത്വികമായി പറയാൻ സാധിച്ചിട്ടില്ല എങ്കിലും നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണോ നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് അപ്രകാരം നമ്മൾ പ്രവർത്തി ജീവിച്ചു മരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ബാലപാഠമാണ് ഈ മദ്രസയിൽ വെച്ച് നൽകുന്നത്. അതെങ്ങനെ നൽകണം, ആര് നൽകണം? ശഫീന റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി, തീർച്ചയായും ഇൽമു അത് ഗുരുമുഖത്തിൽ നിന്നാകുന്നു. ഇന്ന് ഒരുപാട് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുണ്ട്. വാട്സപ്പ് ഉണ്ടും IMO ആയിട്ടും. IMO ചികിത്സ വരെ തുടങ്ങിയത്ര. അമേരിക്കയിൽ ഒരു ഡോക്ടറുണ്ട്, എന്റെ ചർമ്മത്തിന് രോഗമുണ്ട്. IMO ഓണാക്കിയിട്ട് ചർമ്മം കാട്ടിക്കൊടുത്താൽ അദ്ദേഹം അവിടുന്ന് എന്നോട് നിർദ്ദേശിക്കുന്നതനുസരിച്ച് മരുന്ന് നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശമനുസരിച്ച് എനിക്ക് ഇവിടുത്തെ മരുന്ന് വാങ്ങി ചികിത്സിക്കാൻ സാധിക്കും. ഇല്ലേ? അമേരിക്കയിലുള്ള ഡോക്ടർക്ക് നമ്മുടെ പുറപ്പാടിൽ രോഗിയെ ചികിത്സിക്കാൻ സാധിക്കുന്നു, കണ്ട് സംസാരിക്കാൻ കഴിയുന്നു. കൊല്ലങ്ങളോളം കഴിയാത്ത അഴിമുഖത്തിലുള്ള നമ്മുടെ അബ്ദുല്ലാസിന്റെ പതിയെ പോലെ വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്നവരെ നമ്മുടെ ഉള്ളിൽ വെച്ച് സദർ വ്യക്തികൾക്കുള്ളിൽ ഉമ്മാക്കും കാണാനും സംസാരിക്കാനും കഴിയുന്ന ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ വിളർന്ന് വികസിച്ച കാലഘട്ടമാണ്. എന്നാലും മുത്തുനബി പറയുന്നത് IMOയിലൂടെയോ വാട്സപ്പിലൂടെയോ ഫോണിലൂടെയോ അതല്ലെങ്കിൽ TV-യിലൂടെയോ വീഡിയോയിലൂടെയോ ഇതൊന്നും ഇൽമ പഠിക്കാനുള്ള മാധ്യമമായി മാർഗമായിട്ട് ലോകത്തിന്റെ ഗുരു ശഫീന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടല്ല. തങ്ങൾ പറഞ്ഞു ഖുർആൻ കഴിച്ചാൽ മുസ്ലിമീങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥമായ ഇമാം ബുഖാരിയുടെ ഹെഡിംഗ് ആണോ ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി, തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഈ ദീനാകുന്ന ഇൽമ് അത് ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു റസൂലുള്ളാഹിക്ക് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു ഗുരുമുഖേന വമാ യൻതിഖു ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, പരിശുദ്ധ ഖുർആൻ പറയുന്നു ദിവ്യബോധനത്തിലൂടെയല്ലാതെ വഹിയിലൂടെയല്ലാതെ മുത്തുനബി കാമ ഉച്ചരിക്കുന്നില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബരീലാകുന്ന മലക്കിലൂടെ മുത്തുനബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. മുത്തുനബി സ്വഹാബത്തുൽ കിറാമിനെ നേർക്ക് നേരെ മുഖാമുഖമായി പഠിപ്പിച്ചു കൊടുത്തു. സ്വഹാബത്ത് താബീങ്ങൾക്ക് മുഖാമുഖമായി പഠിപ്പിച്ചു കൊടുത്തു. താബീങ്ങൾ താബീങ്ങൾക്ക് മുഖാമുഖമായി പഠിപ്പിച്ചു കൊടുത്തു. അന്ന് ഗ്രന്ഥരചനയില്ല, പരിശുദ്ധ ഖുർആൻ പോലും എഴുതപ്പെട്ടിട്ടില്ല. പക്ഷെ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ ഒരു വള്ളിയും ഒരു പുള്ളിയും തെറ്റാതെ ഇന്നും നമ്മുടെ ഇടയിൽ നടമാടുന്നു. ആരാണ് ഈ ദൗത്യം നിർവഹിച്ചത്? ഇന്നത്തെ പോലെ നമുക്ക് ഒരു ഫോൺ നമ്പർ പോലും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. നിത്യേന ഞാൻ വിളിക്കുന്ന എന്റെ ഭാര്യയുടെ ഫോൺ നമ്പർ എനിക്ക് ഇപ്പോഴും പറയാൻ സാധ്യമല്ല. എന്റെ ഫോൺ നമ്പർ തന്നെ എനിക്ക് കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. 10 അക്കമുള്ള ഫോൺ നമ്പറുകൾ 10 മിനിറ്റ് ഓർക്കാൻ കഴിയാത്ത ഈ ബുദ്ധിരാട്ടസന്മാരൊക്കെ നമ്മള്
1400 വർഷങ്ങൾക്ക് മുമ്പ് 6000 ചില്ലാണമുള്ള പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും വാക്യങ്ങളും വള്ളിപുള്ളി തെറ്റാതെ ഇന്ന് വരെ ഈ ലോകത്തിന് സംഭാവന ചെയ്തത് ആരാണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ എത്രമാത്രം സംസാരങ്ങൾ ഉണ്ടാകും? മുത്തുനബി തങ്ങൾക്ക് 40ാമത്തെ വയസ്സിൽ രൂപത്തിൽ ലഭിച്ചിട്ട് 63 വയസ്സിന്റെ ഇടയിൽ എത്രമാത്രം സംസാരങ്ങൾ ഈ ലോകത്തോട് ഉരുവിട്ടുണ്ടാകും? അതെല്ലാം ദീനാണല്ലോ. ആ ദീനുകൾ മുഴുവനും രേഖപ്പെടുത്തപ്പെട്ടത് 20 ലക്ഷത്തോളം ഹദീസ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 20 ലക്ഷത്തോളം ഹദീസ്. 20 പോട്ടെ 10 സെന്റൻസ് ഞാനൊക്കെ ഉസ്താദിന്റെ അടുത്ത് കേട്ടത്, അല്ലെങ്കിൽ എന്റെ ഈ പ്രസംഗത്തിൽ കേട്ടതിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് വള്ളിപുള്ളി തെറ്റാതെ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ടെടുത്ത് ഉദ്ധരിക്കാൻ പറ്റുമോ? തങ്ങൾ ഈ അർത്ഥത്തിലാണ് പറഞ്ഞത് എന്ന് പറയാനല്ലാതെ വള്ളിപുള്ളി തെറ്റാതെ ഞാനിപ്പോ പച്ച മലയാളത്തിൽ പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കില്ല. ബുദ്ധിയില്ലാത്തത് കൊണ്ടാണോ? ഇല്ല. ഉടനെ തന്നെ നമ്മുടെ ഫോണിലൂടെ വോയിസ് മെസ്സേജും മറ്റുമാണ് കേൾപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉച്ചരിച്ചതിൽ ഒരു അക്ഷര വ്യത്യാസമുണ്ടെങ്കിൽ ആ അക്ഷര വ്യത്യാസം ഇന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അവിടെ ബിന്നിയ്യാത്തുന്നാണോ ബിന്നിയ്യാത്തുന്നാണോ? രണ്ടാൽ ഒന്നാണെങ്കിൽ മൂന്നാമത്തെ ഒന്നില്ല. അല്ല, ബിന്നിയ്യാത്ത് തന്നെയാകുന്നു. നോക്കണം, 1000 വർഷങ്ങൾക്ക് ശേഷം ലക്ഷക്കണക്കിന് വചനങ്ങളിൽ ഒരക്ഷരം വ്യത്യാസമുണ്ടെങ്കിൽ ആ അക്ഷരം ഒന്നുകിൽ ഇത് മൂന്നാമത്തെ ഒന്നല്ല എന്ന് കൃത്യമായി 20 ലക്ഷത്തോളം ഹദീസ് ഈ സമുദായത്തിന് സപ്ലൈ ചെയ്ത ഒരു സമൂഹം സഹാബത്തുൽ കിറാം. അത് 10 ലക്ഷത്തോളം രേഖപ്പെട്ടു. ഇന്ന് നിലനിൽക്കുന്നത് 1 ലക്ഷം ഹദീസ് മാത്രമാണ്. അത് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹിയുടെ കഠിനാധ്വാനമുണ്ട്. ഈ 20 ലക്ഷം ഹദീസുകളിൽ 19 ലക്ഷം ഹദീസ് ഇന്ന് രേഖപ്പെടുത്തി കാണുന്നില്ല. 19 ലക്ഷം ഹദീസിന്റെ അഭാവത്തിൽ എങ്ങനെയാണ് ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മതത്തെ എങ്ങനെ ഒപ്പിയെടുക്കാൻ പറ്റും? ഹദീസായ രൂപത്തിൽ ഇവിടെ കാണുന്നില്ല എങ്കിലും ഒരു മനുഷ്യൻ പറന്ന് വീണത് മുതൽ മരിക്കുന്നതിന് വരെ ആവശ്യമായ അവന്റെ സകലമായ വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമ്പത്തികവും രാഷ്ട്രീയവും ധാർമ്മികവും എല്ലാം കൃത്യമായി മുക്തിന് ജപിച്ചതുപോലെ ജീവിക്കാൻ ഇവിടെയുള്ള മുസ്ലിമിന് സാധിക്കുന്നത് നമ്മുടെ ഇമാമുകൾ അത് ഖണ്ഡിതമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ്. വിഷയങ്ങൾ സബ്ജക്റ്റായി ഫിഖ് വേറെ, അഖീദ വേറെ, ദാഇയത്ത് വേറെ, അഖ്ലാഖ് വേറെ, തസവ്വുഫ് വേറെ, ശരീഅത്ത് വേറെ, തരീഖത്ത് വേറെ, ഹഖീഖത്ത് വേറെ, പാർട്സായി കൊണ്ട് നമ്മുടെ ഇമാമികൾ അത് രേഖപ്പെടുത്തി തന്നു. അതുകൊണ്ട് ഷഫീന റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിന്റെ അത്യുന്നത മേഖല ഒരാൾക്ക് സൂക്ഷ്മതയോടെ എങ്ങനെ ജീവിക്കാൻ പറ്റും, മിനിമം നിലയിൽ എങ്ങനെ മുസ്ലിമായി ജീവിക്കാൻ പറ്റും, ഒന്നുകൂടി ഗ്രേഡായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും, വളരെ കൃത്യമായി 19 ലക്ഷത്തോളം ഹദീസിന്റെ അഭാവത്തിലും ഒരു മനുഷ്യനിക്ക് ജീവിച്ച് മരിക്കുന്നതിന് ആവശ്യമായ സകല കാര്യങ്ങളും രേഖപ്പെടുത്താനുള്ള നമ്മുടെ രേഖകളും അതേപോലെ തന്നെ കാരുണികമായി രേഖപ്പെടുത്തുന്ന നമ്മുടെ മുൻഗാമികളോട് നമുക്ക് കടപ്പാടുണ്ടോ ഇല്ലയോ? നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് കടപ്പാടുണ്ട്. എന്റെ ഉപ്പാനെ സംബന്ധിച്ചിട്ട് എനിക്ക് എത്ര വചനം പറയാൻ പറ്റും? ഞാൻ ഉപ്പാന്റെ മുതലാസ്വദിച്ചവനാണ്, ഞാൻ ഉപ്പാന്റെ മുഴുവനും ആസ്വദിച്ചവനാണ്. എന്റെ ഉപ്പാനെ പറ്റി നിങ്ങൾ ഉപ്പാനെ പറ്റി പറയുമെന്ന് പറഞ്ഞാൽ എനിക്കൊരു 10 മിനിറ്റ്, നല്ല വാചക സമർത്ഥമുള്ളവനാണെങ്കിൽ 2 മണിക്കൂർ, അതിനും വല്ല വൈഭവമുള്ളവനാണെങ്കിൽ 5 മണിക്കൂർ. എന്തെല്ലാം വിദ്യാർത്ഥികളും അലങ്കാരിക പദങ്ങളും എന്തെല്ലാം ആവർത്തനങ്ങളും വരും. എനിക്ക് എന്റെ സ്വന്തം ഉപ്പാനെ പറ്റി അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ഈ സമുദായത്തിന്റെ പൂർവികരായ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്തു? ഷഫീന റസൂലുള്ളാഹി തങ്ങൾ പിറന്നു വീണത് 40 പേരുടെ സംഭവബഹുലമായ ചരിത്രം, അതിനുശേഷം 63 വയസ്സുകാലം വരെയുള്ള റസൂലുള്ളാഹിയുടെ നുബുവത്തിന്റെ ജീവിതം, ആ നുബുവത്തിന്റെ ജീവിതത്തിൽ മുത്തുനബി പഠിപ്പിച്ചു കൊടുത്തത് മുഴുവനും സഹാബത്തുകൾ ഒപ്പിയെടുത്തു. അത് ഒപ്പിയെടുത്തുകൊണ്ട് എന്ത് ചെയ്തു? മുത്തുനബിയുടെ കാലത്ത് 1 ലക്ഷത്തോളം സഹാബത്ത് ഹജ്ജത്തുൽ വദായിൽ പങ്കെടുത്തു. എന്നിട്ട് മദീനയിൽ അന്ത്യവിശ്രമം കൊടുത്ത് കേവലം 10,000 സഹാബത്ത് മാത്രമേ ജന്നത്തുൽ ബഖീയിൽ നിന്ന് മറവിട്ട് കിടക്കുന്നുള്ളൂ. മറ്റ് 90,000 സഹാബത്ത് എവിടെ കിടക്കുന്നു? അവിടെ നാടും വീടും വിട്ട് എവിടത്തേക്കാണ് ഈ സഹാബത്ത് പോയത്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ഞാനും നിങ്ങളും ഇന്ന് ഈ കാണുന്ന തൊപ്പിയും തലപ്പാവയും ധരിച്ച് ഇവിടെ ഖിയാമത്ത് വരേക്കും മുത്തുനബിയുടെ ആശയാദർശങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ കൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണമോ അത് നമ്മുടെ മുൻഗാമികളായ സഹാബത്ത് ചെയ്തു. ഗ്രന്ഥം രചിച്ചുകൊണ്ടല്ല, CD ഇറക്കിയിട്ടല്ല,
വാട്സപ്പിലോ IMയിലൂടെയല്ല, ജീവിതം പകർത്തിക്കൊണ്ടാണ്. ജീവിതം പകർത്തിക്കൊണ്ട് 90,000 സഹാബത്ത് നമ്മുടെ ഈ ഭൂമി ലോകത്തിന്റെ ഇതര മണ്ഡലങ്ങളിലേക്ക് പോയി. കേരളത്തിലേക്കും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും പോയി. ഇന്ന് കാണാൻ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളോ ഗ്രന്ഥങ്ങളോ ഇല്ല. സ്വഹാബത്തിൽ നിന്നും താബിഈങ്ങളും ഇത് പുറക്കിയെടുത്ത് നമ്മുടെ ഇമാമുകൾ ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചു. ശേഷം വരാൻ പോകുന്ന നമ്മുടെ മറവിയും നമ്മുടെ ചാവല്യവും നമുക്കുള്ള കഴിവുകളും മനസ്സിലാക്കിയ ആ ഇമാമുകൾ ഓരോന്നും സർവിതമായി ചർച്ച ചെയ്യുകയും ആവശ്യമായത് മുഴുവനും രേഖപ്പെടുത്തുകയും ഈ സമുദായത്തിന് എന്ത് സംശയമുണ്ടെങ്കിലും ഇതാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇന്നതാണെന്ന് ധൈര്യമായി കൊണ്ട് ഗ്രന്ഥങ്ങൾ എടുത്ത് പറഞ്ഞു തരാൻ നമ്മുടെ ആലിമീങ്ങൾക്ക് സാധിക്കുന്നതാണ്. പൂർവികന്മാരായ ആലിമീങ്ങൾ അത് ചെയ്തു വെച്ചതുകൊണ്ടാണ്. ആ ഒരു ആലിമീങ്ങളെ ചീത്ത പറയുന്നതിലേക്ക്, അവരെ ധിക്കരിക്കുന്നതിലേക്ക്, അവർ ആലിമാണ്, അവർ നരകാവകാശികളാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മുടെ മക്കൾ പോകുന്നതെങ്കിൽ നമ്മുടെ കാണുന്നതിൽ ഒരു ഗുരുത്തം കെട്ടവൻ, ഒരു നന്ദി കെട്ടവൻ ആരും കണ്ട പ്രിയപ്പെട്ട മുഅ്മിനീകളെ മുഅ്മിനാത്തുകളെ നിങ്ങൾ ചിന്തിക്കണം. ഈ ലോകത്തുള്ള മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെയും അഹ്ലുകാര്, അത് അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ ഏത് സംഘടനയിൽ പ്രവർത്തിച്ചവരാണെങ്കിലും അവർ മുഴുവനും കുഫറാണോ, അവർ ശിർക്കിന്റെ വാഹകരാണോ, അവർ വിദ്യത്തിന്റെ അഗ്രകാരാണോ, അവർ നരകം കാണാതെന്നോ ഉളുപ്പില്ലാതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരന്മാരാണല്ലോ നമ്മുടെ മുഖാബലയിൽ പള്ളികളും മദ്രസകളും പണിതുകൊണ്ടിരിക്കുന്നതോ. ഇവിടെ അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി ഉണ്ടായിരിക്കെ എന്തിനാണ് മറ്റ് പള്ളി ഉണ്ടാക്കിയതോ? അതെന്തുകൊണ്ട് ഭിന്നിപ്പായി കാണാൻ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ മദ്രസ ഉണ്ടായിരിക്കെ, ജമാഅത്ത് കമ്മിറ്റിയുടെ മദ്രസ ഉണ്ടായിരിക്കെ അതിന്റെ മുമ്പിൽ മറ്റൊരു മദ്രസ എന്തിനു വേണ്ടി പണിയണം? അതിന് നമ്മൾ സഹകരിക്കുന്ന എന്തുകൊണ്ട് ഭിന്നിപ്പായി കാണുന്നില്ല? തീർച്ചയായും നമ്മുടെ ആശയവും ആദർശവും നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. ഒരു കുട്ടിനെങ്കിലും ഈ പരിശുദ്ധമായ ആശയത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും പിടിതെടുത്തുകൊണ്ടോ ഈ സമുദായത്തിന്റെ മുൻപാകിൽ പ്രവേശിക്കുന്നു. അവർ ശിർക്കിന്റെ വാഹകരാണോ? ഇതാ പരിശുദ്ധ ഖുർആൻ മലർക്കെ തുറന്നൊക്കെ പഠിപ്പിക്കുന്നു. നമുക്ക് നേരത്തെ അല്ലാഹുവിന്റെ വചനം മനസ്സിലായിക്കൂടെ? ഇതാ ബുഖാരിയുടെ പരിഭാഷ, ഇതാ മുസ്ലിമിന്റെ ഭാഷാ വിവർത്തനം. നിങ്ങൾക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്ലാമിനെ കണ്ടെത്താം. ഏതോ ഒരു കാക്കക്കാരന്മാർ പറഞ്ഞു വെച്ച നിരവധി അഭിപ്രായങ്ങളുടെ സമാഹാരമുള്ള ഗ്രന്ഥങ്ങളോ ഫത്വഹിലും അഹ്ലിലും എന്തിനുദ്ധരിക്കണം? അത് മാറ്റിവെക്കൂ. ഖുർആനിലെ അംഗീകരിക്കേണ്ടത് തിരുസുന്നത്തല്ലേ അംഗീകരിക്കേണ്ടെന്ന മോഹന വചനങ്ങളുമായി നമുക്ക് ഈ പരിശുദ്ധ മതം കൊണ്ടുതന്ന ആലിമീങ്ങളെ മുഴുവനും വിദ്വത്തും ദലാലത്തും ശിർക്കിന്റെയും വാഹകരാക്കാൻ ഈ പിറ്റോക്കുള്ള മൗലൂദിൻ യൂദ് വരെ എന്ന സംശുദ്ധ ഹൃദയത്തിന്റെ വാഹകരായ കുട്ടികൾക്ക് ഈ വിഷനീതം വിച്ചുവെച്ചുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ദലാലത്തിന്റെയും വിദ്വത്തിന്റെയും വാഹകരാക്കിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ആലിമീങ്ങളെ ചിന്ത പറയാൻ, ശിർക്കിന്റെ വാഹകരാക്കാൻ, ഖുർആൻ സുന്നത്ത് എല്ലാത്തര തള്ളു ചോദിച്ചാൽ ഉടനെ തന്നെ ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ ഈ ചോദ്യം റെഡിമെയ്ഡായി പഠിപ്പിക്കുന്നു. ചെറിയ കുട്ടികളും പെണ്ണുങ്ങളും ചോദിക്കുന്നു, ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധയിക്കൊണ്ടില്ല, അശുദ്ധത്തി ഞാൻ നിർത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 5, 10 ആണ് ഖുർആനിലുണ്ടോ എന്ത് പറയും? 10, 15 ഖുർആനിലുണ്ടോ എന്ത് പറയും? 5, 10 പഠിപ്പിക്കാനാണോ ഖുർആൻ വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതിക വിഷയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ വിസ്തീർണം എങ്ങനെ കണ്ടുപിടിക്കും? ഖുർആനിലുണ്ടോ എന്ന് വെച്ചാൽ ഖുർആനിൽ വിജ്ഞാനമില്ല എന്നാണോ പറയേണ്ടത്? ചോദിച്ചതിന് മുഴുവനും ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കും. ഈ ചോദ്യത്തിലൂടെ ചോദിക്കപ്പെടുന്ന ഉസ്താദന്മാരെയും മുതിർന്നവരെയും ഉത്തരം മുട്ടിക്കും. അങ്ങനെ നാം ഖുർആന്റെ അഹ്ലുകാരാണ്, നമ്മൾ മാത്രമാണ് തിരുസുന്നത്തിന്റെ അഹ്ലുകാരെന്ന് ചെറുപ്പത്തിലെ വിശാഖിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ആലിമീങ്ങളെ തള്ളുന്നു, നമ്മുടെ ഗ്രന്ഥങ്ങളെ തള്ളുന്നു. ഫത്വഹുൽ ഗ്രന്ഥങ്ങൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എന്തിനാണ് നമ്മൾ കാക്കകാരന്മാരുടെ ബൈത്തുകൾ പഠിക്കണം? എന്തിനാണ് അതൊക്കെ നോക്കുന്ന? ഖുർആൻ നോക്കിയാൽ പോരെ, ഹദീസ് നോക്കിയാൽ പോരെ എന്നല്ല, അതിലേക്ക് കുട്ടികളിലേക്ക് നയിക്കുകയും അങ്ങനെ നേരത്തെ പറഞ്ഞ മുൻകാല ആലിമീങ്ങളെ മുഴുവനും തള്ളുകയും നേരെ ഖുർആനിലേക്ക് അങ്ങനെ കടന്നുപോയി. ആ ഖുർആന്റെ വ്യാഖ്യാനത്തിന് മുത്തനബിയുടെയോ സഹാബത്തിന്റെയോ താബിഈങ്ങളുടെയോ വിവരണത്തിൽ ആവശ്യമില്ലാത്ത രൂപത്തിൽ എത്തിച്ചെയ്യണം. നിങ്ങളോട് പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലമായി മക്കളെ നമ്മളെ ജീവിക്കുന്ന നമ്മളെ രാമദരി തങ്ങളും നമ്മളെ മറ്റൊരു ഉസ്താദന്മാരൊക്കെ നരകത്തില്ല, ഞാനും നരകത്തിൽ, നിങ്ങൾ മറുപടി പറയും.
പക്ഷെ നമ്മുടെ കുട്ടികളെ കൊണ്ട് അത് ശീലിപ്പിക്കുന്നതിന് മുമ്പായി ചെറുപ്പത്തിലേ ഈ ഒരു വാസനയോട് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിന് വിരുദ്ധമായിട്ടുള്ള ചെറിയ ചെറിയ LP-യും LKG-യും UKG-യും ഒക്കെ കടന്നു വരുന്നത്. എന്നാൽ ഈ സമുദായത്തിലെ വിദ്യാഭ്യാസ സംബന്ധമായി ഉന്നതത്തിലാക്കണമെങ്കിൽ ഇവിടെയുള്ള മദ്രസയും ഇവിടെയുള്ള സ്കൂളും ഒന്ന് നന്നാക്കിയ പോലെ, അതൊന്ന് ഉഷാറാക്കിയ പോലെ. എന്തിന് ഈ സമുദായത്തിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് പുതിയ മദ്രസ കൊണ്ടുവരണം, എന്നിട്ട് പുതിയ പള്ളി കൊണ്ടുവരണം, ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കണം, കഴിഞ്ഞു കിടന്നവരെ ഇവിടെ ചുരുക്കൊണ്ട് ആരോപിക്കണം, പുതിയ പ്രസ്ഥാനം കൊണ്ടുവരണം, വിദ്യാർത്ഥി കൊണ്ടുവരണം, ദലാലത്ത് കൊണ്ടുവരണം. ഈ ഒരു ഹിഡൻ അജണ്ട തന്നെയാണോ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ? പുതിയ പുതിയ ആശയ മദ്രസകളും പള്ളികളും കടന്നു വരുന്നത്. പക്ഷേ കുട്ടികൾക്ക് നല്ല രൂപത്തിൽ ഫാത്തിഹ, നല്ല രൂപത്തിലുള്ള പങ്ക്, നല്ല രൂപത്തിലുള്ള പ്രസംഗം, ആകർഷികമായ കൂട്ടി നമ്മുടെ കുട്ടികൾക്ക് ഒന്ന് രണ്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ആ മദ്രസയിൽ പോയാൽ നല്ല പ്രസംഗം, ആ മദ്രസയിൽ പോയാൽ നല്ല പ്രസംഗം, ആ മദ്രസയിൽ പോയാൽ ഉഷാറ്, അങ്ങനെ ആകർഷിക്കപ്പെടുന്നു. നമ്മുടെ മക്കൾ അങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? തീരെ എഴുതി കൊടുക്കുന്നു. പിന്നെ നമ്മളടുത്തേക്ക് അതറിഞ്ഞു കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ വഹാബിയായിട്ടോ മുജാഹിദായിട്ടോ ജമാഅത്തായിട്ടോ വരും. ഞാൻ എന്റെ ജുമാഅത്ത് പറഞ്ഞതുപോലെ മരിച്ചാൽ ഇത് മക്കൾ വേറെ ഉപയോഗിക്കൂല, ബാക്കി ഉപയോഗിക്കൂല എന്ന വിശ്വാസത്തിലേക്ക് കുട്ടി എത്തുന്നു. പിന്നെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോഴത്തെ കുട്ടി സാമ്പത്തികമായി ഗൾഫിലേക്ക് പോയി. ഈ കുട്ടിയുടെ ചെലവില ഉപ്പയും കഴിയുന്നത്. ഈ കുട്ടിയെ ദൃഢവൽക്കരിക്കാൻ, ഈ കുട്ടിയെ ഉപദേശിക്കാൻ, മോനെ നീ പേട്ടുപോയി എന്ന് പറയാൻ ഉപ്പാക്കുമാർക്ക് കഴിയുന്നില്ല. എന്ന് മാത്രമല്ല ഉപ്പാനോടും ഉമ്മാനോടും ഈ കുട്ടി പറയാണ് ഉപ്പാത് ശിർക്കാണ്, അത് പാടില്ല എന്ന് പറഞ്ഞ ഒരു പുതിയ സീഡിയും ഒരു ഖുർആൻ പരിഭാഷയും കൊടുക്കുമ്പോ ഈ വയസ്സായ ഉമ്മയും ഉമ്മാമയും ശരിയാണല്ലോ, ഖുർആനിലല്ലേ പറയുന്നു, തിരുസുന്നത്തിലല്ലേ പറയുന്നു. വാർദ്ധക്യ കാലത്തിലാണ് എല്ലാം വിട്ടേച്ചുകൊണ്ട് ദലാലത്തിലേക്ക് പോകുന്നത്, വിദേശത്തിലേക്ക് പോകുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളോട് പറയാനുള്ളത്, എന്റെ പെട്ട മുഅ്മിനാത്തുകളോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും കഠിനാധ്വാനം ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമിനു പരിശുദ്ധ അൽബക്കറെ കേൾക്കണം. ആമിനു കമാ ആമനന്നാസ്, ആമിനു കമാ ആമനന്നാസ്. സഹാബാക്കൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ. ഖുർആൻ തിരുസുന്നത്ത് കൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് മനസ്സിലാക്കുന്നത് പറഞ്ഞിട്ടില്ല. ഈ വിശ്വാസമാണ് നമുക്ക് പരമ്പരാഗതമായി ബഹുമാനപ്പെട്ട കുതിരിത്തങ്ങളോ ഈ നഗർ നമ്മൾ ഇഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ട ആമിർ പോയത്തങ്ങള് അതുലമീ തങ്ങളെ പോലെയുള്ള ആലിമിനെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഈ ആശയാദർശം ഇവിടെ നിൽക്കണം. നമ്മൾ വിവിധ സംഘടനകളിലോ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലോ ആഭ്യന്തരമായി എന്തോ ആയിക്കോട്ടെ, എനിക്കൊരു അഭിപ്രായം ഉണ്ടാവും, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവും. ബുദ്ധിജീവിത കാലത്തോടെ രണ്ട് അഭിപ്രായം ഉണ്ടാവും. പക്ഷേ നമ്മുടെ ആശയവും ആദർശവും ഒന്നാണ്. ഇപ്പൊ നമ്മളിവിടെ സംഗമിച്ചത് എന്തിന്റെ പേരിലാണ്? നമ്മളെല്ലാവരും ഏക ആശയാദർശത്തിന്റെ ഹരികളാണോ? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശമാണോ? ഈ ആശയാദർശത്തിൽ നിന്നുകൊണ്ട് തന്നെ നാനാഭ്യന്തരമായ ഒന്നിലധികമല്ല നൂറുകണക്കിന് അഭിപ്രായങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആദർശപരമായി നാം ഒന്നാണ്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തോ എന്താണ്? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്തല്ല? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തോ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന പരിശുദ്ധ ഇസ്ലാം എന്താണ്? നമ്മൾ എത്ര കൊല്ലായി നമ്മൾ സുന്നിയായി ജീവിച്ച് മരിക്കാൻ പോകുന്നു. എന്താണ് മാതാവ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് നമ്മളോട് ചോദിച്ചാൽ എന്താണ് വിദ്യാർത്ഥികൾ? ഒരൊക്കെ മുജാഹിദായിട്ട് 2 ക്ലാസ്സിൽ പോയാൽ അവന്റെ 2 ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ അവനെ നെട്ടി. വേറെ ഒരു സ്ഥാനം കൊണ്ടുവരണം, മറ്റേ സ്ഥാനം കൊണ്ടുവരണം. 2 ക്ലാസ്സിൽ അവൻ വഹാബിലെ യോജന പോയിട്ടു. അപ്പൊ അവന്റെ 2 ചോദ്യം നോക്കി നമുക്ക് പേടിച്ച് വേറെ ഒന്നും കൊണ്ടുവരാൻ പോയത്. ജനിച്ചിട്ട് കാലത്തുമായിട്ട് നമ്മൾ ഈ പള്ളിയിൽ സുന്നത്തമായിട്ട് എന്തുകൊണ്ട് പഠിച്ചില്ല? എന്തുകൊണ്ട് അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് അവന്റെ ചോദ്യം കേൾക്കുമ്പോൾ പകരി പോകുന്നു? എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ കാലത്തുമായിട്ട് എന്തുകൊണ്ട് ഇസ്ലാം സുന്നത്തമായിട്ട് പഠിച്ചില്ല? ഉത്തരവാദിയാണ്. ധാർമ്മികമായി നാം ഉത്തരവാദിയാണ്. ഇവരുടെ അഭിപ്രായത്തിൽ ബുദ്ധിയുള്ളവർ ജൈവാസ്തിക്യം അടക്കമുള്ളത് പഠിച്ചിട്ടില്ല എങ്കിൽ ഒരു ഇസ്ലാം തന്നെ പുറത്തു വന്ന ആലിമീങ്ങളെ നബി തങ്ങളെ പോലത്തെ പറയുന്നു ഹറാമാണ്. ബുദ്ധിയും തന്റെ അടമുള്ളവൻ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദകൾ മുഴുവനും പരക്ഷം പഠിച്ചവനായിരിക്കണം. വിദഅത്തിന്റെയും ദലാലത്തിന്റെയും പ്രശ്നങ്ങളോ വാദങ്ങളോ പെട്ടാൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാനും അത് തെറ്റാണെന്ന് മനസ്സിലാക്കി തന്റെ സ്വന്തം ആശയാദർശത്തിൽ കൂടുതൽ ആദർശ വിവരമുള്ളവനുമായിരിക്കണം. അല്ലെങ്കിൽ അവൻ കുറ്റവാളിയാണോ? അത് ഹറാം വാഹകനാണെന്ന് നബിമാ പഠിക്കുന്നു. നമുക്ക് എത്ര ബുദ്ധിയുണ്ട്? എന്തെല്ലാം വിഷയങ്ങൾ നാം സമർത്ഥമായി ഇവിടെ സമർപ്പിക്കും? അല്ലാതെ സമർപ്പിക്കാൻ കഴിയില്ല. തിരുസുന്നത്ത് സമർപ്പിക്കാൻ പറ്റൂല. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയൂല. അപ്പൊ നമുക്ക് പേടിച്ച് ബേജാറായി വേയാലെങ്കിൽ നടക്കൊണ്ടാണ് പ്രസംഗം വെച്ച് പോയി. ഈ ഒരു ധാരണാവസ്ഥയിലാണോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ മുഅ്മിനാത്തുകളെ നാട്ടിലുടനീളം ഇവിടെ പല രൂപത്തിലുള്ള വിദ്യാത്തും ദലാലത്തും അതുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പുതിയാപ്പിള ഭരണമുള്ള കാലഘട്ടമാണ്. പുതിയാപ്പിള വഹാബിയാണെങ്കിൽ പുതിയാപ്പിൾക്ക് പൊരുത്തക്കേട് വന്നാൽ ദുനിയാവട്ടാക്കാൻ തകർന്നു പോയാൽ പുതിയാപ്പിൾക്കെതിരൊന്നും പറയില്ല. ഈ ഒരു രൂപത്തിൽ നമ്മുടെ നാട് പോകുമ്പോ വിദ്യാത്തും ദലാലത്തും കേട്ടുകഴിഞ്ഞാൽ പുതിയാപ്പിളെ നിങ്ങൾ പുതിയാപ്പിളാണ് ശരിയെന്ന് പറഞ്ഞത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് പറയാൻ ഒരു ബാലപാഠം നമുക്ക് വേണം.
ആദർശപരമായി അടിസ്ഥാനപരമായി എന്താണ് ഇസ്ലാം, എന്താണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്, എന്താണ് ഈ മുജാഹിദ് ജമാഅത്തിനുള്ള തെറ്റ് എന്ന് നമ്മൾ ഒരടിസ്ഥാനപരമായി മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ സ്വന്തം അടുക്കളയിലാണ് സമയം ഇതുകൊണ്ടാൻ പോകുന്നതോ ഇത് ഈ സമുദായത്തിന്റെ ബാധ്യത അറിയിക്കുന്നു. പഴയ കാലത്തൊക്കെ വേണ്ടപ്പെട്ടവർ ചെയ്തു, അത് ചെയ്യാത്തതിന്റെ പേരിൽ അള്ളാഹിന്റെ മഹദ് പദവികൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായി വലതുപരമ്പയുടെ ഭാരഭാഗമായി 2-3 ആഴ്ചയായി ഈ കൊങ്കോടിൽ പലതും നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇൻഷാ അള്ളാഹ് അടുത്ത 31-ാം തീയതി ഞായറാഴ്ച അള്ളാഹുവിന്റെ മഹദ് പദവി കൊണ്ട് ഇൻഷാ അള്ളാഹ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്തല്ല എന്നതിനെ സംബന്ധിച്ച് ആധികാരികമായ ഒരു പണ്ഡിത ശബ്ദം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളിയുടെയും മദ്രസയുടെയും കോമ്പൗണ്ടിൽ അന്നേക്ക് നാം പ്രത്യേകം തയ്യാറാകുന്ന മർഹൂം സയ്യിദ് ഹാമിദ് കോയമത്തങ്ങളുടെ നഗറിൽ എല്ലാം കൊണ്ട് നാം അനുസ്മരിക്കപ്പെടാനും ദുആക്ക് നമുക്ക് തവസ്സുലാക്കാനും നമുക്ക് പറ്റിയ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് കോയമത്തങ്ങളുടെ ബർക്കത്തുകൊണ്ട് ആ സമ്മേളനം അല്ലാഹു തആല കബൂലാക്കി തരുമാറാവട്ടെ. ആ സമ്മേളനത്തോട് കൂടി നമുക്കും ഈ നാട്ടുകാർക്കും മുഴുവനും എന്താണ് ഹക്കും ബാത്തിലും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് നമുക്ക് പഠിക്കാനും വിദ്യാർത്ഥും ദലാലത്തും ഒറ്റ കാഴ്ചയിൽ തന്നെ അത് തെറ്റാണ്, അത് വിദ്യാർത്ഥാണെന്ന് മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ ആരോഗ്യത്തെ സമർപ്പിക്കാൻ അവർക്കും വേണ്ടതുപോലെ മനസ്സിലാക്കാൻ നമുക്കും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അന്ന് നമ്മുടെ നാട്ടിന്റെ പരിസരങ്ങളിൽ യോഗങ്ങളും പാലുകളൊക്കെ ഉണ്ട്, വെള്ളക്കാടുണ്ട്, സ്റ്റേറ്റ് സെന്ററിന്റെ ഇടയിലുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ പരിതാപകരമായ കഴിവ്, നമ്മുടെ അവസ്ഥ നിങ്ങൾ അറിയിക്കുകയാണ്. നേരത്തെ കാലത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഡേറ്റ് മാറ്റാമായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ഡേറ്റ് ഈ മഹാപണ്ഡിതൻ ഇന്ന് കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ നല്ലൊരു യുവപണ്ഡിതൻ, ഉസൂലുകളൊക്കെ അറിയുന്ന, വിധാനശാസ്ത്രം അറിയുന്ന, ഖുർആനിയാത്ത് നന്നായി മനസ്സിലാക്കിയ നല്ലൊരു പണ്ഡിതന്റെ ശിഷ്യനും കൂടിയായ ബഹുമാനപ്പെട്ട നജീബ് മൗലവി അല്ലാഹു നൽകുമാറാവട്ടെ. നമുക്ക് ഇതിന്റെ ഉദ്ദേശം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് കൃത്യമായി പറഞ്ഞു തരാൻ യോഗ്യതയുള്ള ഒരു പണ്ഡിതനെ കൊണ്ടുവന്ന് ആ പണ്ഡിതനെ കൊണ്ട് പറയിപ്പിക്കുക, അത് മനസ്സിലാക്കുക. ചുറ്റുഭാഗത്തുണ്ടാകുന്ന വേദകൾ അതും വിജയിക്കട്ടെ. നമ്മുടെ സദസ്സ് അതും അല്ലാഹു തആല വിജയിപ്പിച്ചു തരുമാറാവട്ടെ. അതിന് വേണ്ടപ്പെട്ടവരോട് നമുക്കതിന്റെ വിഷയങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിച്ചു കൊടുത്തു. ഇനി എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് എന്റെ സഹോദരിമാരെ സഹോദരന്മാരെ അടുത്ത ഞായറാഴ്ച മഗ്‌രിബാകുമ്പോഴേക്കും കഴിവിന്റെ പരമാവധി മുസ്ലിമുകളെയും മുസ്ലിമാത്തുകളെയും നമ്മുടെ ഈ സദസ്സിലേക്ക് സംഘടിപ്പിക്കുക. എന്തിനു വേണ്ടി? ഒരു മഹാസമ്മേളനം ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ ആൾബലത്തിലാണ് സമ്മേളനം വിജയിക്കുന്നത് എന്ന വിശ്വാസക്കാരനുമല്ല ഞാൻ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ ഖൈറുൻ മിന ദുനിയാ വമാ റസൂലുള്ളാഹി. ഒരാള് നിന്നെ കൊണ്ട് ഹിദായത്താലാണ് നിനക്ക് ദുനിയാ മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഖൈറെന്ന് സ്വഹീഹായ ഹദീസിൽ റസൂൽ പഠിപ്പിക്കുന്നു. ഒരാള് നിന്നെ കൊണ്ട് നന്നാവല്. അപ്പൊ നമ്മളിലെ വഹാബികൾ നന്നായിട്ടില്ലെങ്കിലും സുന്നിയിൽ വഹാബിയാവാൻ പറ്റൂല. ഒരു സുന്നിന്റെ മക്കളെ ഇതര സ്ഥാപനങ്ങളിലെ ഭൗതികമാണെങ്കിലും അഭൗതികമാണെങ്കിലും നമുക്ക് നല്ല ഉസ്താദന്മാരും ഗുരുജനങ്ങൾ തന്നെ കൊടുക്കണം. ആ ഒരു ബോധം നമുക്കൊരു ഉണ്ടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് പരമാവധി കാര്യം മനസ്സിലാക്കാൻ, സംശയങ്ങൾ തീർക്കാൻ എന്റെ ശബ്ദങ്ങൾക്ക് സഹോദരിമാർ അടുത്ത ഞായറാഴ്ച മഗ്‌രിബിന് മുമ്പ് തന്നെ വുളു എടുത്ത് തയ്യാറായി മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അനുസ്കരിക്കുകയും ആവശ്യമായ അപരാധികൾ ചൊല്ലി ഉടനെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹാമിദ് തങ്ങൾ നഗരിലേക്ക് വരിക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത് ഏതെല്ലാം മാധ്യമങ്ങൾ ഉപയോഗിച്ച് ആരെല്ലാം പങ്കെടുക്കാൻ പറ്റുമോ അവരെയൊക്കെ പങ്കെടുപ്പിക്കുക. എന്നിട്ട് സുന്നത്തും വിരോധവും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് നമുക്ക് നേർക്കുനേർ ഒരു പണ്ഡിതന്റെ മുമ്പിൽ നിന്ന് മനസ്സിലാക്കുക. ഇനി ഒരു വിരോധത്തും ഒരു ദലാലത്തും ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഏത് സംഘടനയിലാണെങ്കിലും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പുറത്തുള്ളത് മുഴുവനും പേഴ്സണാണെന്ന് മനസ്സിലാക്കാനും ഏത് ജോലികൾക്കും ഏത് കമ്പനികൾക്കിടയിലാണെങ്കിലും അത്തരക്കാർക്കിടയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഹിദായത്തിലാണുള്ളത് മറ്റേത് വിരോധത്താണ് ദലാലത്താണെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യവും ഈമാനും നമുക്ക് ഉണ്ടാക്കി തീർക്കണം. ആ രൂപത്തിൽ അല്ലാഹു നമ്മുടെ ആ സമ്മേളനം വിജയിപ്പിച്ചു തീരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യലോടുകൂടി അത് പരമാവധി വിജയിപ്പിക്കാനും എത്തിക്കാനും എല്ലാവരും പരിശ്രമിക്കണമെന്ന് അപേക്ഷിക്കലോടുകൂടി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു.
വിദ്യാർത്ഥികളെ നമ്മൾ നിഷ്കരിക്കാനും നോമ്പാക്കാനൊക്കെ ഒരു ബാലപാഠം പഠിച്ചത് ഈ മദ്രസയിൽ നിന്നാണല്ലോ. അപ്പൊ ഈ സ്ഥാപനം നിലനിൽക്കണോ വേണ്ടിയോ നമ്മൾ നാലെന്ന് പറയണേ. ഈ സ്ഥാപനം പിന്നീട് നിലനിൽക്കണോ വേണ്ടിയോ? നിലനിൽക്കണം. അല്ലാഹു നിലനിർത്തി പെരുമാറാവട്ടെ. സ്ഥാപനം എങ്ങനെ നിലനിൽക്കും? എത്ര ഓഫീസിൽ സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപനം നിലനിൽക്കോ? ഇതിനാവശ്യമായ വെള്ളവും ഒഴിച്ചൊക്കെ നൽകണം. വൈദ്യുതിക്കൊക്കെ താടിയൊക്കെ നരച്ചു നാടി ബാക്കിയില്ല, എപ്പോഴും കിട്ടോ പ്രവർത്തിക്കാൻ. അപ്പൊ കടന്നു വരേണ്ടത് യുവാക്കളാണ്, അതിലും കടന്നു വേണ്ട നമ്മുടെ ബാലന്മാരാണ്. അവർക്ക് നല്ല മാതൃകകൾ കാട്ടിക്കൊടുക്കണം, ആവശ്യമായ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. എന്റെ പൂർവ്വ വിദ്യാർത്ഥികളായ എന്റെ യുവാക്കളാരോടും യുവതികളോടും ചോദിക്കുന്നു, നമ്മുടെ ഈ സംഗമത്തിൽ വെച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യണം ഒരു പൊതു ചർച്ച. ഈ സ്ഥാപനം ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ ഈ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ഒരു ഓഫർ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മുടെ മുജമ്മയിൽ ബഹുമാനപ്പെട്ട സി ഉസ്താദിന്റെ കുടുംബക്കാർ പുറത്തുനിന്നൊന്നും സ്വീകരിക്കാതെ അവർ മാത്രം ഒരു വലിയൊരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ടാക്കി. ആ ഓഡിറ്റോറിയം നമുക്കറിയാതെ ചെറിയ ബാല പരിപാടിക്ക് ചുരുങ്ങി ഒരു ദിവസത്തേക്ക് തന്നെ 10-15 രൂപ ഒരു സെറ്റിനും പന്തലിനും മാത്രം ഉണ്ടായിരുന്നു. 4-5 ദിവസം നീണ്ടുപോയാണെങ്കിൽ നല്ലൊരു തുക അതിന് തന്നെ വേണ്ടി കുടുംബക്കാര് മാത്രം ശിവസ്ഥാദിന്റെ സ്മരണയ്ക്ക് വേണ്ടി അവരോട് കൂടി സംഭാവന ചെയ്യുന്നതോടുകൂടി ആ 10,000 രൂപയ്ക്ക് വേണ്ടി വിഷമൂല്യം എപ്പോഴും ഏത് സന്ദർഭത്തിലും ഞങ്ങൾക്ക് വാദവും പ്രസംഗങ്ങളും വിഗ്രഹങ്ങളും നടത്താം. അതേപോലെ തന്നെ മൈക്ക് സെറ്റ് മറ്റൊരു സഹോദരൻ അവിടെ സംഭാവന ചെയ്യുന്നതോടുകൂടി സ്ഥാപനത്തിന് വലിയൊരു മുതൽക്കൂട്ടാവുകയും പ്രവർത്തനങ്ങളെല്ലാം വളരെ സുതാര്യമായി നടക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റൊരു സഹോദരൻ ആ സ്ഥാപനത്തിന്റെ 250 കുട്ടികൾ പഠിക്കുന്ന വലിയൊരു ജനറേറ്റർ അദ്ദേഹം അത് സംഭാവന ചെയ്തതോടുകൂടി കറണ്ട് കട്ടിങ്ങിന്റെ വിഷമമില്ലാതെ അൽഹംദുലില്ലാഹ് കറണ്ട് വെളിച്ചം അവിടെ ലഭ്യമായി കൊണ്ടിരിക്കുന്നു. എന്നതുപോലെ നമ്മുടെ സ്ഥാപനത്തിന് ഭൗതികപരമായിട്ട് എന്തൊരു സുഖ സൗകര്യത്തിന്റെ കമ്മിയാണ് ഉള്ളത് എന്ന് ഈ യുവാക്കളും യുവതികളും ഇവിടെ 5 മിനിറ്റ് ചിന്തിച്ച് നമുക്ക് ആവശ്യമായ ഒരു കാര്യം ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഇൻഷാ അല്ലാഹ് അത് പൂർത്തിയാക്കാനും തുടർന്ന് വരുന്ന നമ്മുടെ വിജ്ഞാപനങ്ങൾക്ക് അത് ആസ്വദിക്കാനും പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ സദസ്സിനെ ബഹുമാനപ്പെട്ട ആശീർവാദത്തോട് സമാപനം നൽകിക്കൊണ്ട് ഞാൻ ക്ഷമിച്ചുകൊള്ളു. നല്ലൊരു ഒത്തുകൂടലാണ് നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു സേവനം കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കണം. നമ്മുടെ ഇതിലൊരു ശ്മശാനുണ്ട്, മറന്നുപോണ്ട നമുക്ക് വെച്ചെടുക്കാൻ സ്ഥലമില്ല. ഞാൻ തന്നെ ബഹുമാനപ്പെട്ട അമിതാലും വെച്ച് നോക്കുമ്പോൾ പൊളിച്ചൊരു കവറാണ്, രണ്ടാമത് വേറെ കവർ എടുക്കേണ്ടി വന്നു. അപ്പൊ നമുക്ക് അസ്സലാമു അലൈക്കും യാ അബി അല്ലെങ്കിൽ എന്റെ സുഹൃത്തെ സലാം ചെയ്യണമെങ്കിൽ മുമ്പ് തന്നെ മയ്യത്തുണ്ടെങ്കിലേ ഉള്ളൂ. നമ്മൾ ഉടുമ്പ് തരും ഇന്ന് വരെ എത്രയോ ആൾക്കാർ എത്ര സാഹചര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോ ദിയാർത്ത് തന്നെ വിധത്താക്കുന്ന കാലത്ത് പിന്നെ അങ്ങോട്ട് പോയി ചെല്ലുന്ന ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ പള്ളിയുടെ പരിസരത്ത് നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയും നമുക്കൊന്ന് കിടക്കാനുള്ള സൗകര്യം അല്ലാഹു തആല സൗകര്യപ്പെടുത്തി പെരുമാറാവട്ടെ. പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ സദസ്സ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഔദ്യോഗികത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു ചെറിയ അഭിപ്രായം പറയുകയാണെങ്കിൽ തൽക്കാലടിക്കെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇത് ഇവര് വേണ്ടി വന്നതല്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ സാധാരണ കേട്ടപ്പോ അജിബുസ്ഥാൻ വരുന്നതിന് മുമ്പ് വരാൻ നിങ്ങൾക്ക് ഓടി വന്നതാണ്. നമ്മളിപ്പോ എന്തിനും പ്രസംഗത്തിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിനായിട്ട് പന്ത് കെട്ടണ്ടേ, അത് കെട്ടണ്ടേ, ഇത് കെട്ടണ്ടേ എന്നുള്ളൊരു ചർച്ചയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മുമ്പിൽ മഴയാണെങ്കിലും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും സ്റ്റേജ് ഉണ്ട്. ഇപ്പൊ സ്റ്റേജ് നമുക്ക് ആവശ്യമില്ല. അപ്പൊ സ്റ്റേജിന് ആവശ്യമായ സദസ്സിലേക്ക് ആവശ്യമായ ഓഡിറ്റോറിയം വലിയൊരു ചെലവ് പദ്ധതി ഇല്ലാത്ത രൂപത്തിലാക്കുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കുകയോ ഇല്ലയോ, അത് വെറുതെ നാഫിയാകുകയോ ഇല്ലയോ ചിന്തിക്കാം. ആണെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ചിന്തിക്കാം. സദസ്സിനോടുള്ള ഒരു അഭിപ്രായം. ജനറേറ്റർ ഇല്ല, ജനറേറ്റർ ഇല്ലേ? ജനറേറ്റർ നമുക്കില്ലേ? ജനറേറ്റർ
നമ്മളത് പാസ്സാക്കാൻ നമുക്ക് നടത്തറിയില്ലേ? വിളിച്ചുകൊണ്ടിരിക്കാലോ. നമുക്ക് നഗരന്റെ പ്രശ്നം പോലും വരുന്നില്ല. ഒരുപാടും മഴക്കാലാണെങ്കിലൊക്കെ വെക്കാൻ പറ്റില്ല. ഒന്നാമത് പോലത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് പെണ്ണുങ്ങൾക്ക് സാധ്യത അറിയി കൊടുക്കാം. മാത്രമൊന്നും അഭിപ്രായം പറയുന്നില്ല. അതിന്റെ ഏകദേശ എസ്റ്റിമേറ്റ് അത് എത്ര കാലം കൊണ്ട് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും എന്നുള്ളത് 31-ാം തീയതി ഞായറാഴ്ച എസ്റ്റിമേറ്റ് നമുക്ക് ഒരു വെറുതെ പരിപാടിയായിട്ട് വിടാൻ പറ്റില്ലല്ലോ. ഏകദേശം എത്ര വീടുകൾ ചെയ്ത ആളെ വിളിച്ച് നമുക്ക് അതിന്റെ എത്ര വിശദീകരണം കാട്ടിക്കൊടുത്ത് ഒരു വിധമായ ചെലവിൽ എത്ര ചെലവ് വരുമെന്ന് 31-ാം തീയതി നമുക്ക് ഒരു സാധാ തീരുമാനത്തിൽ കാണരുത്. ഒരു ജാരിയായി സ്വതന്ത്രയായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് ഇൻഷാ അല്ലാഹ്. ഇനി മദ്രസ വേറെ കാലത്ത് പൊളിച്ചെടുക്കുമ്പോഴും നമ്മൾ ഓഡിറ്റോറിയം കൊള്ളാൻ പറ്റില്ല. ആ രൂപത്തിലായിരിക്കണം അതിന്റെ പ്ലാനിങ്ങും സെറ്റപ്പും. പിന്നെ അത് മാത്രമല്ല, കുറച്ചും കൂടി വിശാലമായി ചിന്തിക്കുകയാണെങ്കിൽ ഇതിന്റെ കല്യാണങ്ങളൊക്കെ വീട്ടിൽ പഴയതുപോലെയൊക്കെ ഞാനൊക്കെ മുമ്പ് കല്യാണം ഓഡിറ്റോറിയത്തിന് എതിരായിരുന്നു. വീടുകളിൽ കല്യാണം നടക്കുമ്പോൾ മിനിമം ഒന്നോടെ കളവ്, ഒരു മാല, ഒരു സാധനമൊക്കെ കളവ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പുറമെ വാഹനങ്ങൾ നിർത്തിയിടാൻ സാധിക്കുന്നില്ല. പിന്നെ തൊട്ടടുത്താണ് കല്യാണെങ്കിലും അവിടെയും ഉച്ചഭക്ഷണം ഇവിടെയും ഉച്ചഭക്ഷണം രണ്ടും ഇഷ്ടമാവുന്നു. അതൊക്കെ ഓഡിറ്റോറിയത്തിൽ സംയുക്തമായി നടത്തുമ്പോൾ ഏക ചെലവിൽ കഴിഞ്ഞു. ഇതേപോലെ തന്നെ കളവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുന്നില്ല. അനാവശ്യമായ ഒരുപാട് എത്തില്ലാതെ സൂക്ഷിച്ചാൽ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കൂടി ചിന്തിച്ചു. അങ്ങനെ ഞാൻ ചെക്കൽപ്പൂർ ഒട്ടാകെ ആകമാനം ആവാഹിക്കാൻ മാത്രം ഓഡിറ്റോറിയത്തിലും പാർക്കിംഗ് സൗകര്യമൊന്നും ഇല്ല. എന്നാൽ ഏറെക്കുറെ ഏരിയകളിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ഈ മദ്രസയിൽ കൂടി ഉപയോഗം പല സ്ഥലങ്ങളിലും മലപ്രദേശങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും മദ്രസയുടെ ഒരു മൈൻ വരുമാനം ഈ കല്യാണങ്ങൾ കുടകിലൊക്കെ ഒരുപാട് കാണാം. കല്യാണങ്ങൾ വരും, മദ്രസയിലെ കുറച്ച് കത്താലൊക്കെ വെച്ച് അവർ വീട്ടിൽ ചെറിയ ചെറിയ വീടാണ്, സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മദ്രസയും കൂടി ഉപയോഗപ്പെടുന്ന ഞായറാഴ്ച പോലത്തെ മദ്രസ സ്കൂള് മദ്രസയില്ലാത്ത ദിവസങ്ങളാണല്ലോ, ഉപയോഗപ്പെടുത്തിയിട്ട് ഓഡിറ്റോറിയം ആകുന്ന രൂപത്തിലും ഒന്ന് വിശാലമായി അടുത്ത ഞായറാഴ്ചക്കുള്ളിൽ ചിന്തിച്ചു ഒരു എസ്റ്റിമേറ്റ് കണ്ട് അതിന്റെ രൂപഭാവം കണ്ട്